റിട്ടയർമെൻറ്റ് സ്പെഷ്യലിസ്റ്റാണ് സാർ. അപ്പോൾ സാർ എന്തുകൊണ്ടാണ് സാറിൻ്റെ ഫിനാൻഷ്യൽ മറ്റൊരാളെ ഏൽപ്പിച്ച് ശരിക്കും ഒരു ഫിനാൻഷ്യൽ കോച്ചിൻ്റെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് ഡയസ് ഇൻവെസ്റ്റ് ഹൈ റിട്ടേൺ കൊടുക്കുന്ന കമ്പനികളുടെ പുറകിന് പോകുന്നില്ല? എന്താണ് ഒരു ബേസിക് സെലക്ഷൻ ക്രൈറ്റീരിയ? എന്താണ് ഫണ്ട് സെലക്ഷൻ? മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ BSE സെൻസെക്സ് ഈ പറഞ്ഞ സംഭവങ്ങൾ അത് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും കിട്ടാറില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, പുതിയതായിട്ട് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് സാറിൻ്റെ അടുക്കൽ വരികയാണ്, അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സാറ് എന്തുകൊണ്ടായിരിക്കണം ഒരാൾ ഡൈസ് ഇൻവെസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ വേറെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഡയസ് ഇൻവെസ്റ്റ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ട് ഡയസ് ഇൻവെസ്റ്റ് മറ്റു വ്യക്തികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ഡയസ് ഇൻവെസ്റ്റിന്റെ വിഷൻ. ഡയസ് ഇൻവെസ്റ്റിന്റെ വിഷൻ എന്താണെന്ന് പറഞ്ഞാൽ എംപവർ പീപ്പിൾ ടു ലിവ് വിത്ത് പ്രൈഡ്. അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഓരോ വ്യക്തികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഡയസ് ഇൻവെസ്റ്റിന്റെ വിഷൻ. ഇപ്പൊ ഞങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പൊ ഞങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന സമയത്ത് പണമില്ല എന്നതിന്റെ പേരിൽ ആ കൊച്ചിന്റെ വിദ്യാഭ്യാസം മുടങ്ങരുത്. ഞങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം വരുന്ന സമയത്ത് വീടിന്റെ ആധാരമായിട്ട് കണ്ട ബാങ്കുകളൊന്നും കയറി ഇറങ്ങേണ്ട അവസ്ഥ വരരുത്. അതോടൊപ്പം തന്നെ ഡൈസ് ഇൻവെസ്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് വരുന്ന സമയത്ത് മക്കളുടെ മുമ്പിൽ, മോനെ എനിക്കൊരു 1000 രൂപ തരോ, ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് എന്ന് പറയുന്നതിന് വേണം, എടാ നിനക്ക് എത്ര രൂപ വേണ്ടത്, എന്നാ ഇത് കൊണ്ടുപോയി ആ കാര്യം നടത്ത് എന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കണം. അതായത് അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഓരോ വ്യക്തികളെ പ്രാപ്തരാക്കുക, അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡയസ് ഇൻവെസ്റ്റിന്റെ കോർ വാല്യൂ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 17 വർഷത്തോളം ഈ ഇൻഡസ്ട്രിയിൽ അന്ന് തുടങ്ങി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഇതാണ്: എൻ്റെ സ്വന്തം പണം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിലേ ആ നിക്ഷേപമേ കസ്റ്റമേഴ്സിന് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇതിനകത്ത് സാറ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, റിസ്ക്. ഇപ്പോൾ പല കമ്പനികളും ഹൈ റിട്ടേൺ വാഗ്ദാനം ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ കസ്റ്റമറിനെ ഓൺബോർഡ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഡയസ് ഇൻവെസ്റ്റ് ഹൈ റിട്ടേൺ കൊടുക്കുന്ന കമ്പനികളുടെ പുറകിന് പോകുന്നില്ല? എന്താണ് ഒരു ബേസിക് സെലക്ഷൻ ക്രൈറ്റീരിയ? എന്താണ് ഫണ്ട് സെലക്ഷൻ? അതിലിപ്പം ഞാൻ പറയുന്നത്, മറ്റത് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയാം. കാരണം അതായത് എൻ്റെ സ്വന്തം പണം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ നിക്ഷേപകർക്ക് കൊടുക്കുള്ളൂ. അതായത് നമുക്ക് കൂടുതൽ ബ്രോക്കറേജ് അല്ലെങ്കിൽ കൂടുതൽ കമ്മീഷൻ കിട്ടുമെന്നും പറഞ്ഞു ഒരു കാരണവശാലും ഒരു പ്രോഡക്റ്റും കൊടുക്കില്ല. എൻ്റെ സ്വന്തം പണം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഡയസ് ഇൻവെസ്റ്റിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും അവരെ ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് എടുക്കണമെങ്കിൽ അതിൻ്റെ ബേസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനത്തിൻ്റെ ചുരുങ്ങിയത് ഒരു 20% തുകയെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണം. അതായത് അവനവൻ സ്വന്തം നിക്ഷേപിക്കുന്ന ആ നിക്ഷേപമാണ് കസ്റ്റമേഴ്സിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ രഞ്ജിത്ത് ചോദിച്ച ആ മറ്റൊരു ചോദ്യം, അതായത് ഇപ്പോൾ ഹൈ റിട്ടേൺ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഫണ്ടുകളുടെ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഇന്നിപ്പോൾ ഒരു ടോപ്പ് പെർഫോമിങ്ങിനുള്ള ഫണ്ട് നാളെ അത് ചിലപ്പോൾ ബോട്ടം പെർഫോമിംഗ് ആയിട്ടുള്ള ഇത്ര നാളെ 17 വർഷത്തെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു 17 മാസം വരെയാണ് ഒരു ഫണ്ട് ടോപ്പ് പെർഫോമർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിൽ നിന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 തരത്തിലുള്ള റിട്ടേൺ ഉണ്ട്. ഒന്ന് സ്കീം തരുന്ന റിട്ടേൺ ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു ഇൻവെസ്റ്ററിന് കിട്ടുന്ന റിട്ടേൺ ഉണ്ട്. ഇത് രണ്ടാണ്. അതായത് സ്കീം റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ സ്കീമിന്റെ റിട്ടേൺ കിട്ടുന്നത്. പക്ഷെ ഇൻവെസ്റ്റർ റിട്ടേൺ, ഈ ഞാൻ ടോപ്പ് പെർഫോമൻസ് ഫണ്ടിനെ ചേസ് ചെയ്ത് കഴിഞ്ഞ പ്രശ്നം, ഈ ടോപ്പ് പെർഫോമൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാനിപ്പോ ഇന്ന് ഈ ഫണ്ട് ചെയ്ത് ഇപ്പൊ ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ബോട്ടമായിരിക്കും. അപ്പൊ ഞാൻ ആ ഫണ്ടിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റു ഫണ്ടിലേക്ക് പോകും. ഇതിപ്പോ ഹിസ്റ്ററി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 90% ആൾക്കാർ അവർ ഇൻവെസ്റ്റ്മെന്റ് 5 വർഷം പോലും കണ്ടിന്യൂ ചെയ്യാറില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ടോപ്പ് പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ചേസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൽ ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ തരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു പാസീവ് മാനേജ്മെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്ററും ഒരു പാസീവ്
തിങ്കിങ്ങിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ചില സമയങ്ങളിൽ ചില ഫണ്ട് മോശം പെർഫോമൻസിലേക്ക് എത്തും. ആ സമയത്തും ആ ഫണ്ടമെന്റലി ഈ ഫണ്ടിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ഫണ്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഡൈസ് ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് പല ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റിസർച്ച് ചെയ്ത സമയത്ത്, അതായത് ഇൻഡസ്ട്രിയിൽ വളരെ ടോപ്പായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിക്ക ഫണ്ടുകളും അവരുടെ കമ്പനികളിലെ ടോപ്പ് പെർഫോമൻസിലുള്ള ഫണ്ടുകളാണ്. അപ്പൊ അവരുടെ ഫിനാൻഷ്യൽസ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ കമ്പനി എങ്ങനെയാണ് ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത്. കാരണം ഇതും മണിയുടെ കേസാണല്ലോ. അപ്പൊ മണിയുടെ കേസിൽ ഈ ഫിനാൻസ്, അവരുടെ സ്വന്തം കമ്പനിയുടെ ഫിനാൻസ് ബെറ്റർ ആയിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്തുട്ടാ, അത് അപ്പുറത്തെ സൈഡിൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ പല കമ്പനികളുടെ ഫിനാൻഷ്യൽസ് പരിശോധിച്ച സമയത്ത് ഞാൻ ഐഡന്റിഫൈ ചെയ്ത ഒരു കമ്പനിയുടെ ഒരു ഫിനാൻഷ്യലിൽ 42.6 കോടി രൂപ അവർ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 42.6 കോടി രൂപ ഇവരുടെ ഒരു സിസ്റ്റർ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി ട്രാൻസ്ഫർ ചെയ്തെന്ന്, എത്ര നാളത്തേക്ക് വേണ്ടിയാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന്, പിന്നെ അതിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇവർക്ക് കിട്ടുമെന്നാ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ തന്നെ ഓഡിറ്റർ തന്നെ പറയുന്നത് ഇത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ഇത് എന്തിനു വേണ്ടിയാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു, അതായത് ചെറിയ എമൗണ്ട് അല്ല, 42.6 കോടി രൂപ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയുടെ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് നമുക്ക് ഫണ്ട് ഏൽപ്പിക്കാൻ പറ്റും? അപ്പൊ ഇതുപോലെയുള്ള പല ഫാക്ടേഴ്സും പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കുള്ളൂ നമുക്ക് ആ ഒരു ഫണ്ട് സെലക്ഷനിലെല്ലാം. കാരണം നമുക്ക് ലോങ് ടൈം കളിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ രഞ്ജിത്തിന് ഇപ്പൊ ഒരു മകളുണ്ടെന്ന് വിചാരിക്കുക. ആ മകളുടെ കല്യാണത്തിനുള്ള ഒരു പ്രായം. അപ്പൊ 2 പ്രപ്പോസൽ വന്നു. ഒരു പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര പണക്കാരനായ വ്യക്തി, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, കള്ളക്കടത്ത് നടത്തിയാണോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്താണോ, നല്ല രീതിയിൽ ചെയ്താണോ, എങ്ങനെയൊന്നും അറിയാൻ പാടില്ല, കുറെ പൂത്ത പണമുണ്ട്. പക്ഷെ മറ്റൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയ പണക്കാരൊന്നുമല്ല, പക്ഷെ നല്ല പാരമ്പര്യം, ഇപ്പൊ 3-4 തലമുറയായിട്ട് നല്ല പാരമ്പര്യം. ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രഞ്ജിത്തിന്റെ മോള ഇതിൽ 2-ൽ ആർക്കായിരിക്കും കൊടുക്കാൻ പോകുന്നത്? ഒബ്വിയസ്ലി രണ്ടാമത്തെ ഓപ്ഷനിലേക്കായിരിക്കും. പിന്നെ എന്തുകൊണ്ട് ഈ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോങ് ടൈം, 10 വർഷം 15 വർഷം 20 വർഷമൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു കേസാണ്. ആ ഒരു കേസിൽ മാത്രം ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഓക്കെ, സാറിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു. BSE സെൻസെക്സ് ഇത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്തു, പക്ഷെ കസ്റ്റമേഴ്സിന് കിട്ടിയത് ഒരു സെർട്ടൻ പെർസെന്റേജ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുക? ഒന്നാമത്തത് ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പൊ നമ്മളെപ്പോലെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് ആലോചിക്കുക, മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ BSE സെൻസെക്സ് ഈ പറഞ്ഞ സംഭവങ്ങൾ അത് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും കിട്ടാറില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. ഇമോഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒരു വ്യക്തിക്കും ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പൊ ഒരു 1000-ഓളം ഹാർട്ട് സർജറി ചെയ്ത ഒരു സർജൻ, അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആണ്. 1000 സർജറി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 1001ാമത്തെ സർജറി ആയിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയോ അദ്ദേഹത്തിന്റെ മക്കളോ അദ്ദേഹത്തിന്റെ അമ്മയോ അപ്പനോ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ 1000 സർജറി ചെയ്ത അതേ കംഫർട്ടിൽ അദ്ദേഹത്തിന് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് തന്നെയാണ് ഫിനാൻസ് മാനേജ്മെന്റിലും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫിനാൻസ് നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് തന്നെ നമ്മളെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഇമോഷൻ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ കമ്പനിയിൽ CFO ഉണ്ട്. ഇപ്പൊ കുറെ നാള് ഞാൻ കമ്പനിയുടെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. അപ്പൊ അവിടെ ഇമോഷൻ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ഒരു CFO അപ്പോയിന്റ് ചെയ്തു. അതോടൊപ്പം തന്നെ എന്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ്
അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിനെ ഞാൻ സാറേ ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. സാറിന്റെ ഇപ്പം സാറിന് ഒരു 17 വർഷത്തെ മ്യൂച്വൽ ഫണ്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട്. സാർ ഒരു റിട്ടയർമെന്റ് സ്പെഷ്യലിസ്റ്റ് ആണ് സാർ. അപ്പോൾ സാർ എന്തുകൊണ്ടാണ് സാറിന്റെ ഫിനാൻഷ്യല് മറ്റൊരാളെ ഏൽപ്പിച്ച് ശരിക്കും ഒരു ഫിനാൻഷ്യൽ കോച്ചിന്റെ ആവശ്യമുണ്ട്? അതായത് ഞാൻ കുറെ നാള് ഞാൻ സ്വയം മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെയെല്ലാം ഈ ഇമോഷൻ വർക്ക് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കാതെ, വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ, റൊണാൾഡോ, മെസ്സി, ഇവർക്കൊക്കെ കളിക്കാൻ അറിയാൻ പാടില്ലാത്ത വ്യക്തികളാണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സാണ് ഇവരെല്ലാവരും. പക്ഷെ ഇവരെല്ലാവരും കളിക്കുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു കോച്ചുണ്ട്. എന്തിനാണ് ഇവർക്ക് ഈ കോച്ച് എന്ന് പറഞ്ഞാൽ ഇവര് അത്ര ഫേമസ് പോലെ അല്ലാത്ത വ്യക്തികളാണ്. പക്ഷെ എന്താണ് കോച്ച്? കാരണം ഞാനൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീ ചെയ്യുന്ന മിസ്റ്റേക്കാണ്, ഇങ്ങനെ അല്ലട ചെയ്യേണ്ടത് എന്ന് പറയാൻ ഒരാൾ വേണം. ഞാൻ തന്നെ ആണ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ എന്നെ തിരുത്താൻ ആരുമില്ല. കറക്റ്റ്. അപ്പൊ പുറത്തു നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു മിസ്റ്റേക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ കപ്പാസിറ്റി ഉള്ള അങ്ങനെ ഒരു വ്യക്തി നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ രഞ്ജിത്ത് ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ടീച്ചറും ഇല്ല, അധ്യാപകരാരും ഇല്ല, ഈ ടെക്സ്റ്റ് ബുക്ക് മാത്രം തന്നു, ട്യൂഷനൊന്നും പോകില്ല, എന്തായിരിക്കും ഈ പഠനം? നമുക്ക് ഊഹിക്കാമല്ലോ. കാരണം അവിടെ കുറെ റെസ്ട്രിക്ഷൻ, കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന കേസിൽ ആരാണ് നമ്മളെ നിയന്ത്രിക്കാനുള്ളത്? അപ്പൊ ആ ഒരു നിയന്ത്രണം നമ്മളായിട്ട് സ്വയം ഏറ്റെടുക്കരുത്. കാരണം ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ സീനിയർ ആയിട്ടുള്ള സിഇഒസ് ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാരായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് അവരെല്ലാവരും അവർക്ക് സ്വന്തം റിസർച്ച് ടീം എല്ലാം ഉണ്ട്. പക്ഷെ അവരെല്ലാവരും വേറൊരു വ്യക്തിനെയാണ് അവരെ പേഴ്സണൽ ഫണ്ട് മാനേജ്മെന്റ് ഏൽപ്പിച്ചാണ്. അവന് ഒരൊറ്റ കാരണം അവർക്ക് ഫണ്ട് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, ഇമോഷൻ വർക്ക് ചെയ്യും സ്വന്തം കാര്യത്തിൽ. എന്താണ് ഒരാളുടെ ലൈഫിൽ ഗോളിന്റെ പ്രാധാന്യം, എന്തുകൊണ്ടാണ് ഗോള് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്? അതായത് ഇതിപ്പോ വളരെ, കാരണം ഈ ഫിനാൻസിന്റെ കാര്യത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഗോള് സെറ്റ് ചെയ്യാതെ പോറുള്ളൂ. നമ്മുടെ ലൈഫിൽ ഗോള് സെറ്റ് ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്ന് ചിന്തിക്കാം. ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ഗോളുണ്ട്, അതായത് ഇപ്പൊ ഈ ഒരു എക്സാം പാസ്സാവണമെന്ന്. ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി കയറി ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. ആദ്യം നമ്മൾ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഇപ്പൊ ചൊവ്വാഴ്ച അല്ല, വ്യാഴാഴ്ച എനിക്ക് മുംബൈക്ക് പോകണം. അപ്പൊ ഡെസ്റ്റിനേഷൻ ഞാൻ ആദ്യം തീരുമാനിച്ചു. ഉച്ചക്ക് എനിക്ക് അവിടെ ഒരു മണിക്ക് എനിക്ക് അവിടെ എത്തണം. അപ്പൊ ഞാൻ ഇപ്പൊ വ്യാഴാഴ്ച രാവിലെയാണ് എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ വ്യാഴാഴ്ച രാവിലെ പോകേണ്ട വ്യക്തി രാവിലെ പോയിട്ട് എനിക്ക് ഉച്ചക്ക് എനിക്ക് മുംബൈയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിൽ പോയി എനിക്ക് എത്താൻ പറ്റുമോ? ബസ്സിൽ പോയി എത്താൻ പറ്റുമോ? നടന്നു പോയാൽ എത്താൻ പറ്റുമോ? ഫ്ലൈറ്റിൽ പോയാലേ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാതെയോ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നോ, ഒരു യാത്ര പോകുമ്പോൾ തന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഫിനാൻസിന്റെ കാര്യം വരുമ്പോഴേക്കും ഞാൻ എന്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഞാൻ കുറെ ആൾക്കാരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് എടുത്തു? അപ്പൊ അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വന്നു പറഞ്ഞു, പുള്ളി എനിക്ക് നേരത്തേക്ക് ഉപകാരമൊക്കെ ചെയ്താണ്, അതുകൊണ്ട് ഞാൻ എടുത്തു. ഇത് എൻ്റെ ലൈഫിൽ ഈ പ്രോഡക്റ്റ് കൊണ്ട് എന്ത് ഗുണമുണ്ടെന്ന് ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു ഗോള് നമ്മൾ ഫിക്സ് ചെയ്യണം, ലക്ഷ്യം തീരുമാനിക്കണം. അതിനുശേഷം എനിക്ക് എത്ര സമയത്തിനുള്ളിൽ ഈ ലക്ഷ്യം നേടാൻ പറ്റും എന്ന് തീരുമാനിക്കണം. ഈ ലക്ഷ്യം നേടണമെങ്കിൽ എനിക്ക് എത്ര ശതമാനം റിട്ടേൺ എനിക്ക് ജനറേറ്റ് ചെയ്യേണ്ടി വരും എന്ന് തീരുമാനിക്കണം. ഈ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റിന് സാധിക്കുമോ എന്ന് തീരുമാനിക്കണം. ഇപ്പൊ എല്ലാവരെ സംബന്ധിച്ച് എല്ലാ ഗോളുകളും അച്ചീവ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത്, ഒന്നുമില്ലാത്ത സമയത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വീട് പണിയാൻ വേണ്ടി 50 ലക്ഷം രൂപ വേണം. 50 ലക്ഷം രൂപ സപ്പോസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചോ, 25 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി 25 ലക്ഷത്തെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ?
50 ലക്ഷത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഈ ഗോളുകൾ ചിലപ്പോൾ പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിന്റെ സർട്ടൻ പെർസെൻറ്റേജുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കില്ല. കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഷെയർ ട്രേഡിംഗ് ആണ്, ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നില്ല. ഇത് ഷെയർ ട്രേഡിങ്ങും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഷെയർ ട്രേഡിങ്ങിൽ വെൽത്ത് ക്രിയേഷൻ നടക്കുമോ അതോ മ്യൂച്വൽ ഫണ്ടിലാണോ വെൽത്ത് ക്രിയേഷൻ നടക്കുന്നത്? മാർക്കറ്റ് ഹൈ അല്ലേ, ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ എന്നുള്ളൊരു പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യനാണ് ഇതിനകത്ത്. പല ആൾക്കാരും ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ ഒരു 5 വർഷത്തെ റിട്ടേൺ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം അവർ പറയുന്നത് ഈ ഒരു ടൈം നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് സാറിനൊരു ആൻസർ പറയാം. ഇപ്പം പ്രവാസികൾ പലരും ചെയ്യുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വെൽത്ത് ക്രിയേഷൻ അതല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിച്ച്, NRIs ആയിരിക്കും അവർ, പക്ഷേ അവർ നാട്ടിലെ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിച്ച് നാട്ടിലെ പല ആപ്പുകളിലൂടെ മ്യൂച്വൽ ഫണ്ടിലും അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചില ആൾക്കാർ അറിഞ്ഞ് ചെയ്യുന്നവരുണ്ട്, ചിലത് അറിയാതെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്?